Hello guys, welcome to my YouTube channel. So നമ്മുടെ NCERT ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായ ബിഹൈവിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ഫൺ ദേ ഹാഡ് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ പോവുകയാണ്. സോ ഈ ലെസൻ്റെ ഒരു ഓവറോൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഗേൾ അത് 2157 ഒരു ഡയറി എഴുതുകയാണ്. അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ശരിക്കുള്ളൊരു പുസ്തകം കണ്ടു. അപ്പോൾ ഫ്യൂച്ചറിലാണല്ലോ 2157 അപ്പോൾ ഒരു ബുക്ക് ആദ്യമായിട്ട് കണ്ട പോലെ അവൾക്ക് അത്രയും ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് ആ ഡയറിയിൽ ആ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് എഴുതുന്നത്. സോ സ്കൂൾ ഓഫ് ദ ഫ്യൂച്ചർ, അപ്പോൾ നമുക്കറിയാം ഭാവിയിൽ എങ്ങനെയൊക്കെയാവുന്നു. ലേണിംഗ് ത്രൂ കമ്പ്യൂട്ടേഴ്സ്, വെർച്വൽ ക്ലാസ് റൂംസ്, റോബോട്ടിക് ടീച്ചേഴ്സ്, മൂവിങ് ടെക്സ്റ്റ്, ഇതൊക്കെയാണ് ഉണ്ടാവുക ഫ്യൂച്ചറുള്ള സ്കൂളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ സ്റ്റോറി. അപ്പോൾ ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചി, ടോമി, മാർജീസ് മദർ, മിസ്സസ് ജോൺസ്, പിന്നെ കോണ്ടി ഇൻസ്പെക്ടർ. ഇവർ 4 പേരാണ് കേട്ടോ മെയിൻ ക്യാരക്ടേഴ്സ്. സോ നമുക്ക് നമ്മുടെ പാടത്തേക്ക് കിടക്കാം. മാർജി even wrote about it that night in her diary. On the page headed 17 May 2157, she wrote, "Today Tommy found a real book. It was a very old book. Margie's grandfather once said that when he was a little boy, his grandfather told him that there was a time when all stories were printed on paper." അപ്പോൾ മാർച്ച് 17 May 2157 ഡയറി എഴുതാണ്. ഇന്ന് ടോമി ഒരു ശരിക്കുള്ള പുസ്തകം കണ്ടുപിടിച്ചു. അപ്പോൾ അതൊരു ആദ്യമായിട്ട് കാണാൻ പോലെ ഒരു സാധനമാണ്, ഒരു ശരിക്കുള്ള പുസ്തകം. അപ്പോൾ പണ്ടത്തെ ഒരു പുസ്തകമായിരുന്നു. അപ്പം മാർജി ആലോചിക്കുക, മാർജിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു കുട്ടിയായിരുന്നപ്പോൾ കാര്യങ്ങൾ സ്റ്റോറീസും എല്ലാം പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് ബുക്കായിട്ടായിരുന്നു വന്നിരുന്നതെന്ന്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, 2157 അതൊന്നുമില്ല. മാർജിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്തായിരുന്നു അതുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവൾ ആലോചിച്ചതാണ്. ഇനി നമ്മൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ വേണം കേട്ടോ. They turned the pages which were yellow and crinkly, and it was awfully funny to read words that stood still instead of moving the way they were supposed to on a screen. And then when they turned back to the page before, it had the same words on it that it had when they had read it the first time. അപ്പോൾ ഇവർ ടോമിയും മാർജിയും കൂടിയിട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പണ്ടത്തെ ബുക്കല്ലേ, അപ്പം മഞ്ഞ കളറായി, പിന്നെ പേജൊക്കെ ഭയങ്കര സോഫ്റ്റാക്കി കീറാറൊക്കെ ആയിട്ടുള്ള പേജസാണ്. പിന്നെ അവർക്ക് ഒരു പുതുമ പോലെ തോന്നിയ കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിലെ വേർഡ്സ് ഒന്നും നീങ്ങുണ്ടായിരുന്നില്ല. നമുക്കതൊരു പുതിയ കാര്യമല്ല, പക്ഷേ അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അതൊക്കെ നീങ്ങിക്കൊണ്ടേ ഇരുന്നിരുന്നു. നമ്മുടെ ബുക്കിലൊന്നും അത് നീങ്ങില്ല. അപ്പോൾ അവർക്കതൊരു എന്തോ ഒരു വിചിത്രമായൊരു കാര്യം പോലെയായിരുന്നു തോന്നിയിരുന്നത്. സെയിം വേർഡ്സ് അവിടെ തന്നെ ഉണ്ടാവും, പിന്നെ പേജ് തിരിച്ച് അങ്ങോട്ട് തിരിച്ചാലും അതുപോലെ തന്നെ. പക്ഷേ കമ്പ്യൂട്ടർ സ്ക്രീനിലൊന്നും അങ്ങനെ ആവാറില്ല. "Gee," said Tommy, "what a waste. When you're through with the books, you just throw it away. I guess our television screen must have had 1,000,000 books on it, and it's good for plenty more. I wouldn't throw it away." അപ്പോൾ ടോമി പറയാ, ഇതെന്ത് ഇങ്ങനത്തെ ഇത് വെറും വേസ്റ്റാണ്, എന്തൊട്ട് ബുക്കാണോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓരോന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞാൻ ഈ ബുക്ക് കളയില്ല. "Same with mine," said Margie. She was 11 and hadn't seen as many telebooks as Tommy had. He was 13. അപ്പോൾ മാർജിക്കും ബുക്ക് കളയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജി ടെലിബുക്സ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ടോമി 13 വയസ്സുണ്ട്, മാർജിക്ക് 11 വയസ്സല്ലോ. അപ്പോൾ ടോമി കുറച്ചും കൂടിയും ടെലിബുക്സൊക്കെ കണ്ടിട്ടുണ്ട്, മാർജി അങ്ങനത്തെ ബുക്കൊന്നും അധികം കണ്ടിട്ടില്ല. She said, "Where did you find it?" "In my house." He pointed without looking because he was busy reading. "In the attic." "What's it about?" "School." അപ്പോൾ മാർജി ചോദിക്കുക, നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുക. അപ്പോൾ ടോമി ഭയങ്കര ബിസിയാണ്, ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ടോമി പറയും, എനിക്ക് ആറ്റിക്കിന് കിട്ടി, എൻ്റെ വീട്ടിൽ നിന്ന് ആറ്റിക്കിന് കിട്ടി. ആറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫിൻ്റെ അടിയിൽ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു സ്ഥലം ഉണ്ടാവും, ഈ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ മാർജി ചോദിക്കുക, ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ്
Margie was scornful. School? What's that right about school? I hate school. Margie always hated school, but now she hated it more than ever. The mechanical teacher he had been giving her test after test in geography, and she had been doing worse and worse until her mother had shaken her head sorrowfully and sent for the county inspector. അപ്പോൾ മാർജിക്ക് സ്കൂളിനെ പറ്റിയിട്ട് എന്തെഴുതാനാ? എനിക്ക് സ്കൂൾ ഇഷ്ടമല്ല. അപ്പോൾ മാർജിക്ക് സ്കൂൾ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണമായിട്ട് പറയണത് നമുക്ക് മനുഷ്യന്മാരായ ടീച്ചേഴ്സാണുള്ളത്, പക്ഷെ അവരുടെ കാലത്ത് റോബോട്ടിക് ടീച്ചേഴ്സാണുള്ളത്. അപ്പോൾ മാർജിയുടെ മെക്കാനിക്കൽ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജോഗ്രഫിയിൽ ടെസ്റ്റ് പേപ്പർ കൊടുത്തോണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം മാർജിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കൂടുന്നുമില്ല, മാർജിയുടെ മാർക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം മാർജിയുടെ അമ്മ കൗണ്ടി ഇൻസ്പെക്ടറിനെ വിളിക്കണത്. ന്യൂ ക്യാരക്ടറാണ് കേട്ടോ കൗണ്ടി ഇൻസ്പെക്ടർ. സോ നമ്മുടെ നെക്സ്റ്റ് ക്യാരക്ടറാണ് കൗണ്ടി ഇൻസ്പെക്ടർ. He was a round little man with a red face and a whole box of tools with dials and wires. He smiled at Margie and gave her an apple, then took the teacher apart. Margie had hoped he wouldn't know how to put it together again, but he knew how all right, and after an hour or so, though it was again large and black and ugly, with a big screen on which all the lessons were shown and the questions were asked. That wasn't so bad. The part Margie hated most was the slot where she had to put homework and test papers. She always had to write them out in a punch card they made her learn when she was 6 years old, and the mechanical teacher calculated the marks in no time. So, county inspector, ഒരു റെഡ് ഫേസ് ഒക്കെ ആയിട്ട് അയാൾ ഇപ്പോൾ ഒരു ബോക്സ് കൊണ്ട് നടക്കും. ടൂൾസ്, ഡയൽസ്, വയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ബോക്സ് ആയിട്ടാണ് നടക്കുക. അയാൾ മാർജിയുടെ അടുത്ത് വന്നിട്ട് മാർജിനെ നോക്കി ചിരിച്ചിട്ട് ഒരു ആപ്പിൾ കൊടുത്തു. എന്നിട്ട് ടീച്ചറിനെ കൊണ്ടു നിർത്തിയിട്ട് ടീച്ചറിൻ്റെ പാർട്സൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പം മാർജിക്ക് സന്തോഷമാവാണ്. മാർജിയുടെ ഇതിൽ ആ പാർട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു വയ്ക്കാൻ അറിയില്ലെങ്കിലോ, അപ്പോൾ പിന്നെ പഠിക്കണ്ട, ടീച്ചറില്ല അപ്പോൾ പഠിക്കണ്ട, അങ്ങനെയൊക്കെ മാർജി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് വരുമായിരുന്നു. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇൻസ്പെക്ടർ അതൊക്കെ തിരിച്ചു വെച്ചു. പിന്നെയും തിരിച്ചു വന്നു. ആ ലാർജ് ബ്ലാക്ക് ആൻഡ് അഗ്ലി ടീച്ചർ തിരിച്ചു വന്നു. ടീച്ചർ മീൻസ് മെഷീൻ ആട്ടാ, വിത്ത് എ ബിഗ് സ്ക്രീൻ ഓൺ വിച്ച് ഓൾ ദ ലെസൺസ് വർ ഷോൺ. ഒരു സ്ക്രീൻ ഉണ്ട്, അതിലാണ് ലെസൺസ് വരിക, ക്വസ്റ്റ്യൻസ് വരിക. ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കണത് അതിൽ നിന്നായിരുന്നു. അതൊന്നുമല്ല ഏറ്റവും മാർജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്തായിരുന്നു വെച്ചാൽ ഒരു സ്ലോട്ടാണ്. ആ സ്ലോട്ടിൽ ഹോംവർക്ക്, ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടത് അതിലായിരുന്നു. ഷി ഓൾവേസ് ഹാഡ് റൈറ്റ് ദം ഔട്ട് ഇൻ എ പഞ്ച് കോഡ്. ഒരു പഞ്ച് കോഡ് ഉണ്ട്, അതിലാണ് അവൾക്ക് എഴുതേണ്ടത്. അത് അവളെ 6 വയസ്സിൽ തന്നെ അവൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ ടീച്ചർ ഇതൊക്കെ വെറും കുറച്ച് സമയത്തിനുള്ളിൽ വേഗം കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. The inspector had smiled after he was finished and patted Margie's head. He said to her mother, "It's not the little girl's fault, Mrs. Starnes. I think the geography sector was scared a little too quick. Those things happen sometime. I have slowed it up to an average 10 years level. Actually, the overall pattern of her progress is quite satisfactory." And he patted Margie's head again. Margie was disappointed. She had been hoping they would take the teacher away altogether. They had once taken Tommy's teacher away for nearly a month because the history sector had blanked out completely. അപ്പോൾ ഇൻസ്പെക്ടർ ചിരിച്ചിട്ട് മാർജിയുടെ അമ്മോട് പറയും, മാർജിയുടെ അമ്മയുടെ മിസ്സസ് സ്റ്റോൺസ് മാർജിയുടെ അമ്മോട് പറയും, ഇത് മാർജിയുടെ ഫോൾട്ടല്ല, ആക്ച്വലി ഇത് ആ മെഷീൻ്റെ ഫോൾട്ടാണ്. മെഷീൻ്റെ ജോഗ്രഫി സെക്ടർ ഗിയർ ഭയങ്കര സ്പീഡിലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഇങ്ങനെ ജോഗ്രഫി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, കുറേ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ അതൊക്കെ അതുകൊണ്ടായിരുന്നു. ഞാനിപ്പോൾ അതൊരു ആവറേജ് ലെവൽ 10 ഇയർ ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അത് കുഴപ്പമില്ലാണ്ട് പൊക്കോളും. അപ്പോൾ പറയും ഓവറോൾ പാറ്റേൺ നോക്കിയപ്പോൾ മാർജിയുടെ പ്രോഗ്രസ് ക്വൈറ്റ് സാറ്റിസ്ഫാക്ടറിയാണ്, നല്ലതാണ്. അപ്പോൾ മാർജി പക്ഷെ കുറച്ച് വിഷമത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജി വിചാരിച്ചു ഒരു പ്രാവശ്യം ടോമിയുടെ ടീച്ചറിനെ അവർ 1 മാസത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോമിയുടെ ഹിസ്റ്ററി സെക്ടർ മൊത്തം ബ്ലാങ്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർജി വിചാരിച്ചു അങ്ങനെ ടോമിയുടെ ടീച്ചറിനെ കൊണ്ടുപോയ പോലെ മാർജിയുടെ ടീച്ചറിനെയും കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും നടന്നില്ല.
So she said to Tommy, why would anyone write about school? അപ്പോൾ ടോമിനോട് ചോദിക്കുക, ആരാ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ എഴുതുകയെന്ന് ചോദിക്കണത്. Tommy looked at her with very superior eyes. Because it's not our kind of school, stupid. This is the old kind of school that they had hundred of years ago. He had a lovely, pronouncing the word carefully, centuries ago. Margie was hurt. Well, I don't know that kind of school they had all time ago. She read the book over his shoulder for a while, then said, anyway, they had a teacher. അപ്പോൾ ടോമി കളിയാക്കിയ പോലെ മാർജിനോട് പറയും, അയ്യോ നീ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരുന്നില്ല പണ്ടത്തെ സ്കൂള്, ഹൺഡ്രഡ് ഇയേഴ്സ് അഗോ നമ്മളെ പോലത്തെ ഒന്നും ആയിരുന്നില്ല സ്കൂള്. അപ്പോൾ മാർജി ചെറുതായിട്ട് എത്തിച്ചു വെക്കും ബുക്കിലേക്ക്. എന്നിട്ട് പറയും, എന്തൊക്കെ പറഞ്ഞാലും ടീച്ചർ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. Sure, they had a teacher, but it wasn't a regular teacher, it was a man. A man? How could a man be a teacher? Well, he just told the boys and girls things and gave them homework and asked them questions. അപ്പം ടോമി പറയാം, ശരിയാ അവർക്ക് ടീച്ചർ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ പോലത്തെ റോബോട്ടിക് ടീച്ചർ ഒന്നും ആയിരുന്നില്ല, ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയും. അപ്പോൾ മാർജി, മനുഷ്യനെങ്ങനെ ടീച്ചറാവുക? അപ്പോൾ ടോമി പറയും, എന്താ അങ്ങനെയായ, കുട്ടികളെ പഠിപ്പിക്കണു, ക്വസ്റ്റ്യൻസ് ചോദിക്കണു, ഹോംവർക്ക് കൊടുക്കണു, അതൊക്കെ ഒരു മനുഷ്യന് പറ്റുന്ന കാര്യമല്ലേ. അപ്പം മാർജി പറയാ a man isn't smart enough. അപ്പോൾ ടോമി, sure he is. My father knows as much as my teacher. He knows almost as much, I bet. Margie wasn't prepared to dispute that. She said, I wouldn't want a strange man in my house to teach me. അപ്പോൾ മാർജി പറയും, ഒരു മനുഷ്യൻ എങ്ങനെ ഇത്ര സ്മാർട്ടാവുമെന്ന് ചോദിക്കും. അപ്പോൾ ടോമി പറയും, എൻ്റെ അച്ഛൻ എൻ്റെ ടീച്ചറിൻ്റെ അത്ര സ്മാർട്ടൊക്കെ തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ മാർജി പറയും, ശരി അതൊക്കെ പോട്ടെ, പക്ഷെ ഞാൻ ഒരു സ്ട്രേഞ്ചറിനെ എൻ്റെ വീട്ടിൽ നിർത്തി എന്നെ പഠിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. ടോമി screamed with laughter. You don't know much, Margie. The teacher didn't live in the house. They had a special building and all the kids went there. And all the kids learned the same thing. Sure, if they were the same age. അപ്പോൾ ടോമി ചിരിച്ചിട്ട് പറയും, അയ്യോ അങ്ങനെയല്ല മാർജി, ടീച്ചേഴ്സ് ഇവിടെ വന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടീച്ചേഴ്സിന് അവർക്കൊരു സ്പെഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, പിള്ളേർ അവിടെ പോവും പഠിക്കും, അങ്ങനെ പറയും. അപ്പോൾ മാർജി ചോദിക്കും, അപ്പോൾ എല്ലാ പിള്ളേരും സെയിം കാര്യം തന്നെ പഠിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അല്ല, ഒരു സെയിം ഏജിലുള്ള പിള്ളേർക്ക് സെയിം കാര്യങ്ങൾ പഠിപ്പിക്കും, അടുത്ത ഏജിലുള്ള പിള്ളേർക്ക് സെയിം കാര്യം പഠിപ്പിക്കും, അങ്ങനെ എന്ന് പറയും. അപ്പോൾ മാർജി പറയട്ടാ, but my mother says a teacher has to be adjusted to fit the mind of each boy and girl, teachers, and that each kid has to be taught differently. Just the same, they didn't do it that way then. If you don't like it, you don't have to read the book. I didn't say I didn't like it, Margie said quickly. She wanted to read about those funny schools. They weren't even half finished when Margie's mother called. Margie, school. Margie looked up. Not yet, Mama. Now, said Mrs. Jones. And it's probably time for Tommy too. Margie said to Tommy, can I read the book some more with you after school? അപ്പോൾ മാർജി പറയാം, പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. ടീച്ചേഴ്സ് ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ വരുമ്പോൾ ആ കുട്ടീൻ്റെ മനസ്സ് മൊത്തം മനസ്സിലാക്കും, ആ കുട്ടീനെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ടോമിക്ക് ദേഷ്യം വരുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ഡൗട്ട് ചോദിക്കില്ല മാർജി. അപ്പോൾ ടോമി പറയും, നീ ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കണ്ട, നീ ബുക്ക് വായിക്കണ്ട, നീ പൊക്കോളാൻ പറയും. അപ്പോൾ മാർജി പറയും, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, എനിക്കിത് ഇഷ്ടമായില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഷീ വാണ്ടഡ് ടു റീഡ്. അപ്പോൾ ഇനിയും വായിക്കണം ആ ബുക്കിനെ പറ്റിയിട്ട്. പക്ഷേ മാർജിയുടെ അമ്മ സ്കൂളിന് സമയം എന്ന് പറയും. പിന്നെ ടോമിക്കും സമയമായി കാണും, അതുകൊണ്ട് ടോമി പോവും എന്ന് പറയും. അപ്പോൾ മാർജി ചോദിക്കും ടോമിനോട്, എനിക്ക് ഈ ബുക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് വായിക്കാൻ തരുമോ എന്ന്. Maybe, he said nonchalantly. He walked away whistling the dusty old book tucked beneath his arm. അപ്പോൾ ടോമി പറയാം, നോക്കാം എന്ന് പറഞ്ഞിട്ട് ടോമി പോവുക. ടോമി ബുക്ക് പിടിച്ചിട്ട് ടോമി വിസിലൊക്കെ അടിച്ചിട്ട് പോവുക. Margie went into the schoolroom. It
was right next to her bedroom and the mechanical teacher was on and waiting for her. It was always on at the same time every day except Saturday and Sunday. Because her mother said little girls learn better if they learn at regular hours. The screen was lit up and it said today's arithmetic lessons is on the addition of proper fractions. Please insert yesterday's homework in the paper slot. അപ്പോൾ മാർജിയുടെ സ്കൂളൊന്നുമല്ല, ഒരു റൂമാണ്. ബെഡ്റൂമിൻ്റെ അപ്പുറത്ത് തന്നെ മാർജിയുടെ സ്കൂൾ റൂം. അവിടെ അവളുടെ റോബോട്ടിക് ടീച്ചർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവള് പറയാം എഴുതിയിരിക്കണത് എല്ലാ ദിവസവും സെയിം ടൈമിൽ തന്നെ ക്ലാസ്. അതെന്താണെന്ന് വെച്ചിങ്ങനെ സാറ്റർഡേ സൺഡേ വെച്ച് എല്ലാ ദിവസവും സെയിം ടൈമിൽ. അതെന്താ വെച്ചെങ്കിൽ അവളുടെ അമ്മ പറഞ്ഞിട്ടുള്ളത് ഒരേ സമയത്ത് പഠിക്കണത് നല്ലതാണ് കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അമ്മ. അപ്പോൾ റോബോട്ട് പറയണത് ഇന്നത്തെ ലെസൺസ് അർത്തമാറ്റിക് ലെസൺസ് ആണ്, അഡീഷൻ ഓഫ് പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. എന്നിട്ട് പറയാം ഇന്നലത്തെ ഹോംവർക്ക് സ്ലോട്ടിലിടാൻ പറയണത് കേട്ടാ മാർച്ചിനോട്. Margie did so with a sigh. She was thinking about the whole school they had when her grandfather's grandfather was a little boy. All the kids from the whole neighborhood came laughing and shouting in the schoolyard, sitting together in the schoolroom, going home together at the end of the day. They learned the same thing so they could help one another with the homework and talk about it. And the teacher were people. The mechanical teacher was flashing on the screen. When we add fractions 1 by 2 and 1 by 4, Margie was singing about how the kids must have loved it on the old days. She was singing about the fun they had. അപ്പോൾ മാർജിന് ഈ ഹോംവർക്ക് സ്ലോട്ടിലിടും. പക്ഷെ അവളുടെ ഗ്രാൻഡ് ഫാദർ ഒരു കുട്ടി ഇരുന്നപ്പോൾ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ എന്ത് രസമായിരുന്നു എൻ്റെ നെയ്ബർഹുഡിലെ കുട്ടികളൊക്കെ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ഓടിട്ടിട്ട് സ്കൂളിലേക്ക് വരും, എന്നിട്ടോ ഒന്നിച്ചിരുന്ന് പഠിക്കും ക്ലാസ്സിൽ. പിന്നെ ഡേ അവസാനമാകുമ്പോൾ സ്കൂൾ കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ഒന്നിച്ച് പോവും. പിന്നെ അവർക്ക് പഠിപ്പിക്കണതൊക്കെ സെയിം കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ഹോംവർക്കിന് ഹെൽപ്പ് ചെയ്യുക, പിന്നെ അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. പിന്നെ ടീച്ചേഴ്സൊക്കെ മനുഷ്യന്മാരായിരുന്നു, അങ്ങനെ ആയിരുന്നൊക്കെ അവൾ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അവളുടെ മെക്കാനിക്കൽ ടീച്ചർ വാസ് ഫ്ലാഷിങ് ഓൺ ദ സ്ക്രീൻ വെൻ വി ആഡ് ഫ്രാക്ഷൻ 1 by 2 and 1 by 4. അവളുടെ മെക്കാനിക്കൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാർജി അപ്പോഴും അപ്പോഴത്തെ കുട്ടികളുടെ സന്തോഷത്തിന് സമയമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് തിങ്കിങ് അബൌട്ട് ദ ഫൺ ദേ ഹാഡ്. അവർക്ക് മുമ്പുണ്ടായിരുന്ന സന്തോഷത്തിനെ പറ്റിയിട്ട് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഈ ലെസൺ കഴിഞ്ഞിരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.